എന്ത് തന്നെ സംഭവിച്ചാലും ഞാൻ പിന്മാറില്ല കേട്ടോ. അത് പറയുന്നത് ഞാനല്ല കേട്ടോ. വളരെ നിഷ്കളങ്കമായിട്ടൊരു അനുഭവം പങ്കുവച്ചിരിക്കുകയാണ് ഒരു സഹോദരി. അപ്പോൾ അതിലേക്ക് തന്നെ നിങ്ങളെ ക്ഷണിക്കുകയാണ് ആദ്യം. പിന്നെ പറയാം, ഇത് വീഡിയോയ്ക്ക് സമ്മാനമുണ്ട് നവരാത്രി കഴിയുന്നത് വരെ. കഴിഞ്ഞാലും തരാൻ പറ്റുമോ എന്നുള്ളൊരു ചിന്തയിലാണ്. എന്ത് തന്നെയായാലും 2 പേർക്കാണ്. പിന്നെ നമ്മൾ വിജയികളെ പബ്ലിഷ് ചെയ്യുന്നുണ്ട്, അത് ശ്രദ്ധിച്ചിട്ട് അഡ്രസ്സ് അയച്ചു തരിക, കൃത്യമായിട്ട് നമ്മൾ അയച്ചു തരും. അപ്പോൾ ഇത് വളരെ നിഷ്കളങ്കമായിട്ടുള്ള ഒരു സംഭാഷണമാണ് നിങ്ങൾ കേൾക്കുന്നത്. സംഭാഷണമല്ല, ഒരു അനുഭവം പറഞ്ഞത് മനോഹരമായിട്ട് എല്ലാവരും ഷെയർ ചെയ്യുക. ആദ്യം തന്നെ ഷെയർ ചെയ്യുക, എന്നിട്ട് കേൾക്കുക, അവസാനം നിങ്ങളുടെ അഭിപ്രായം പറയുക. ചില രസകരമായിട്ടുള്ള ചില വാക്കുകൾ, ഒരു നാടൻ ഭാഷയിലുള്ള വാക്കുകൾ നിങ്ങൾക്ക് കേൾക്കാം. അപ്പം ശ്രദ്ധിക്കല്ലേ. എൻ്റെ അനുഭവം ഞാൻ ഇവിടെ ചുരുക്കി പറയാം. ഞാൻ കണ്ണൂരാണ് എൻ്റെ വീട്. അപ്പോൾ ഞാനും എൻ്റെ ഹസ്ബൻഡും മോളും കൂടി കഴിഞ്ഞ ഫെബ്രുവരി 9-ാം തീയതിയാണ് ഗുരുവായൂരിൽ പോയത്. അപ്പം ഗുരുവായൂർ പോയി അവിടെ പിന്നെ കുളിച്ച് പിന്നെ ക്യൂവിൽ നിന്ന് പിന്നെ 2-3 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ശ്രീകോവിലെത്തിയത്. അപ്പോൾ ശ്രീകോവിലിൽ നിന്ന് തൊഴുത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ പിന്നെ അവിടെ പ്രസാദം കൊടുക്കുന്ന സ്ഥലത്ത് പോയപ്പോൾ അവിടുന്ന് അവർ പറഞ്ഞു, പ്രസാദം പിന്നെ പുറത്തേക്ക് വേഗം പോയിക്കോളും, പുറത്തുള്ള പ്രസാദം തീർന്നു പോകുമെന്ന് പറഞ്ഞു. എന്നിട്ട് അവിടുന്ന് പ്രസാദം തന്നില്ല. അപ്പോൾ ഈ പുറത്തുള്ള പ്രസാദം എന്ന് അവർ ഉദ്ദേശിക്കുന്നത് പിന്നീടാണ് മനസ്സിലായത്, പിന്നെ ഈ നമ്മൾ റെസീറ്റ് ആക്കിയിട്ട് വാങ്ങുന്നില്ലേ, പിന്നെ പായസവും അതൊക്കെ, അതാണ് ഉദ്ദേശിച്ചത്. അപ്പം പിന്നെ അവർ അവിടുത്തെ പ്രസാദം തരാത്തതുകൊണ്ട് ചന്ദനം ഒക്കെ ഇല്ലേ, എനിക്ക് ഭയങ്കര വിഷമമായി. അപ്പം നമ്മൾ തൊഴുതിട്ടൊരു പൂർത്തിയാകുന്നത് ആ പ്രസാദം കിട്ടുമ്പോൾ ആയിരുന്നു എൻ്റെ വിശ്വാസത്തിൽ. അപ്പം നമ്മളെ ദൈവം കണ്ടു എന്നുള്ള അതാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ അത് കിട്ടാത്തതുകൊണ്ട് ഭയങ്കര സങ്കടമായി. എന്നിട്ട് ഞാൻ കുറച്ച് ദൂരെ മാറി നിന്നിങ്ങനെ സങ്കടത്തോടെ. അപ്പോൾ നോക്കുമ്പോൾ എൻ്റെ പിന്നിൽ വന്ന 1-2 പേരോടും അങ്ങനെ തന്നെ പറഞ്ഞു. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് അങ്ങ് ദൂരത്തുനിന്ന് ഒരു മഞ്ഞ ഡ്രസ്സിട്ട ഒരു ലേഡി ഇങ്ങനെ അവിടെ വന്ന് ചോദിച്ചപ്പോൾ അവർക്ക് വേഗം കൊടുത്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു, നേരത്തെ മടക്കിയതൊന്നും ഓർമ്മയുണ്ടാവില്ലല്ലോ, അവർക്ക് കൊടുത്തില്ലേ, പിന്നെ എന്നും പോയി ചോദിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചോദിച്ചപ്പോൾ അവർ പിന്നെയും പറഞ്ഞ്, പിന്നെ ഇല്ല, പുറത്ത് പോയിക്കോളൂ, പുറത്തത് തീർന്നോന്ന് പറഞ്ഞിട്ട് തന്നില്ല. അപ്പോൾ കുറച്ച് രണ്ടാമത് പോയപ്പോൾ കുറച്ചൊരു ദേഷ്യത്തെ പറയുന്ന പോലെ തോന്നി. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിട്ട് പിന്നെ മാറി നിന്നു. അപ്പോൾ ആ മഞ്ഞ ഡ്രസ്സിട്ട ലേഡി അത് വാങ്ങിപ്പോയല്ലോ, അവർ നമ്മളെ കാണുന്നുമില്ല, നമ്മളെ അവസ്ഥ അറിയുന്നുമില്ല, ഒന്നുമില്ല. നമ്മൾ ഇങ്ങനെ സങ്കടത്തോടെ അവിടെ നിൽക്കുമ്പോണ്ട് പുറകിൽ നിന്ന് ഒരാളെ ചുമലിനെ തട്ടി വിളിക്കുന്നു. അപ്പം ഞാൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ആ ലേഡി ആയിരുന്നേ. അവർ വേഗം എൻ്റെ കണ്ണിൽ തന്നെ ഇങ്ങനെ നോക്കി ചെറുതായിട്ടൊന്ന് പുഞ്ചിരിച്ചിട്ട് എനിക്ക് അവരുടെ കയ്യിലുള്ള പ്രസാദം തേച്ച് എൻ്റെ കയ്യിൽ ഇട്ട് തന്നു. ഞാനത് വാങ്ങി. അപ്പോൾ അതിന് പെട്ടെന്ന് എനിക്ക് എന്താണെന്ന് മനസ്സിലായില്ല. ആകെ എന്തോ ഒരു വല്ലാത്ത അവസ്ഥ, എൻ്റെ കണ്ണിൽ നല്ല വെള്ളം വന്നു. ഇങ്ങനെ സ്തബ്ധയായിട്ട് ഞാൻ നിന്ന് പോയി. പിന്നെ അവർ പോകുന്നതൊന്നും ഞാൻ കാണുന്നില്ല. അപ്പോൾ എൻ്റെ ഭർത്താവ് പറഞ്ഞു, പിന്നെ അവർ കുറച്ച് ദൂരം അങ്ങോട്ട് പോയി, പിന്നെ അവർ പിന്നെ കാണുന്നേ ഇല്ല എന്ന് പറഞ്ഞത്. അത് രാത്രി 9:30 സമയത്താണ്. അങ്ങനെ ഒറ്റക്കായിട്ട് അങ്ങനെ ഒരു സ്ത്രീ അങ്ങനെ വരൂല, വന്നാൽ തന്നെ അവിടെ എവിടെയെങ്കിലും കാണാന്ന് ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ മായായി പോയി എന്നാണ് എൻ്റെ ഭർത്താവ് പറഞ്ഞത്. എനിക്ക് നല്ല വിശ്വാസമാണ്, ഭക്തിയാണ്. പക്ഷേ ഭർത്താവിന് അങ്ങനെ കൂടുതലൊന്നും ഇല്ലായിരുന്നു. പക്ഷേങ്കിൽ ഇത് കണ്ടപ്പോൾ അവരും വിശ്വസിച്ചു, എന്തോ ഒരു മായ നടന്നിട്ടുണ്ടെന്ന്. എന്നിട്ട് നമ്മൾ ഗുരുവായൂരിൽ ഒരു ശാന്തിക്കാരനോട് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, പിന്നെ ഗുരുവായൂർ അമ്പലം ഇങ്ങനെ ലോക പ്രശസ്തി ആർജിച്ചത് ഇങ്ങനെ ചില ഭക്തർക്ക് ഇങ്ങനെ ഉണ്ടാകുന്ന അനുഭവം കൊണ്ടാണ്. ഗുരുവായൂർ മുഴുവനും ഭഗവാൻ ഓടി നടക്കുന്നുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞ്. അപ്പോൾ ഭയങ്കര സന്തോഷമായി കേട്ടോ. അതിന് ശേഷം എനിക്ക് എന്തോ ഒരു ശക്തി കിട്ടിയതുപോലെ. ഞാൻ പെട്ടെന്ന് സങ്കടപ്പെടുകയും പെട്ടെന്ന് ആളെന്തെങ്കിലും പറഞ്ഞാൽ ഇങ്ങനെ ഭയങ്കര എന്താ മനസ്സിന് കട്ടിയില്ലാത്ത ഒരാളായിരുന്നു. ഇപ്പം എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ തലേന്ന് ഉറങ്ങൂല, അത് വിചാരിച്ചിട്ട് നാളെ എന്താവും വിചാരിച്ചിട്ട്. ഇപ്പോൾ ആ പേടിയൊക്കെ മാറി. എല്ലാം പിന്നെ ദൈവം നോക്കിക്കോളും, എനിക്കൊരു വിഷമവും വരൂല എന്നുള്ള ആ ഒരു വിശ്വാസത്തിൽ പിന്നെ ഞാനിങ്ങനെ പോകുന്ന. അതുപോലെ തന്നെ എല്ലാം നല്ല ഭംഗിയായിട്ട് നടക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ. ഒരു തടസ്സമില്ലാതെയും എന്നെ അധികം ആരും ഒന്നും, എൻ്റെ ജോലി സ്ഥലത്തൊക്കെ ഭയങ്കര എനിക്ക്
മാനസികമായിട്ട് പീഡനമായിരുന്നു. അതൊന്നും ഇപ്പോൾ ഇല്ല. പിന്നെ അതിന് ശേഷം ഉണ്ടായ മാറ്റം എന്താണെന്ന് വെച്ചാൽ, ഞാനെപ്പോഴും ഈ പാട്ട് കേൾക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പാട്ട് പാടുകയും ചെയ്യും ചെറുതായിട്ട്. അപ്പോൾ നോക്കുമ്പോൾ ഇപ്പോൾ ഞാൻ കൃഷ്ണ ഭക്തി ഗാനങ്ങളല്ലാണ്ട് വേറെ ഒന്നിലും എനിക്ക് സന്തോഷം കിട്ടുന്നേ ഇല്ല. എപ്പോൾ ഒന്ന് പാട്ട് വെക്കുന്നുണ്ടെങ്കിലും കൃഷ്ണൻ്റെ പാട്ടുകൾ മാത്രം, പിന്നെ കൃഷ്ണൻ്റെ കഥകൾ മാത്രം കേൾക്കുക. പിന്നെ ഫ്രീ ടൈമെല്ലാം ഉണ്ടാകുമ്പോൾ ഹരേ രാമ ഹരേ കൃഷ്ണ, അത് മാത്രം എൻ്റെ ജീവിതം. ചില ആൾക്കാർ പറഞ്ഞ് ഇങ്ങനെ കൂടുതലായാൽ മോശമാണ്, കുറച്ച് അകലം പാലിക്കണം എന്നൊക്കെ പറയുന്നു. പക്ഷേ ഞാൻ അകലമൊന്നും പാലിക്കില്ല. എനിക്കിത് തന്നെയാണ്, എനിക്കിപ്പോൾ സന്തോഷമാണ്. എല്ലാ സമയത്തും ഒരു സന്തോഷം പോലെയാണ്. ദുഃഖങ്ങളൊന്നും എന്നെ കൂടുതൽ ബാധിക്കുന്നില്ല ഇതുവരെ. അതിനുശേഷം പിന്നെ അങ്ങനെ ദുഃഖങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അത് എന്നെ കൂടുതൽ ആദ്യത്തെ പോലെ ബാധിക്കില്ല. ആദ്യം ഞാൻ ഡൗണായി പോവാന്ന് ചെയ്യൽ. ഇപ്പം അതാണ് എൻ്റെ അനുഭവം. ഞാനിപ്പോൾ എപ്പോഴും ഹാപ്പിയാണ്. അതിന് വേറെയും അമ്പലത്തിൽ പോയിട്ട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ കണ്ണൂർ ചെറക്കൽ കടലായി ക്ഷേത്രത്തിൽ പോയപ്പോൾ എൻ്റെ മോൾക്ക് പിന്നെ പനിയായിരുന്നു. അപ്പം ഉച്ച സമയത്ത് അവിടെ ഭയങ്കര ക്യൂ ഉണ്ടായിരുന്നു. എന്തിന് ശ്രീകൃഷ്ണ ജയന്തിൻ്റെ അന്നാണ് പോയത്. അപ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കണമെന്ന് തീരുമാനിച്ചു. തൊഴുതിട്ട് എങ്ങനെയെങ്കിലും വന്നാൽ മതി എന്ന് ചോദിച്ചു. നമ്മൾ അവിടെ എത്താൻ കുറച്ച് താമസിച്ചു വരുന്നു. അപ്പോൾ തൊഴുതിട്ട് ഇറങ്ങുമ്പോൾ ഭക്ഷണത്തിൻ്റെ ഹാളിലേക്കകത്തത്. ഞാൻ വെറുതെ അവരോട് ചോദിച്ചു നോക്കി. എനിക്ക് പേടിയുണ്ടായിരുന്നു അവർക്ക് ദേഷ്യം പിടിക്കുമോ എന്ന് ചോദിച്ചിട്ട്. മോൾക്ക് പനിയായതുകൊണ്ട് ഞാൻ എടുത്തിട്ടാന്ന് ക്യൂ നിൽക്കണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ് കുട്ടീനെ എടുത്തിട്ട് തന്നെ ഉണ്ടായത്. ഞാൻ ചോദിച്ച് ഭക്ഷണം കിട്ടുമോ എന്ന് ചോദിച്ചപ്പോൾ അവർക്ക് ദേഷ്യം പിടിച്ചിട്ടില്ല. അതാണ് എനിക്ക് ഭയങ്കര ഇതായെന്ന് വെച്ചാൽ, അത്രയും ആൾക്കാർ ക്യൂ നിൽക്കുമ്പോൾ നമ്മളിവിടെ വന്നിട്ട് ചോദിക്കുമ്പോൾ ദേഷ്യം പിടിക്കേണ്ടത്. അവർ പറഞ്ഞു അങ്ങ് ഒരാളോട് പോയി ചോദിക്കുന്നു. അപ്പോൾ അവർ പറഞ്ഞു പിന്നെ ഒരു രക്ഷയില്ല, പുറത്തുനിന്നാണ് പ്ലേറ്റ് കൊടുക്കുന്നത്, അവിടെ യുദ്ധമാണെന്നാണ് പറയുന്നത്. അപ്പോഴാണ് ഞാൻ മടങ്ങുമ്പോൾ അതാ അവർ വിളിക്കുന്നു, അതാ ഭഗവാൻ അതാ ഭക്ഷണം കൊണ്ട് തരുന്നതെന്ന്. അപ്പോൾ ഒരാളിങ്ങനെ പ്ലേറ്റ് കൊടുത്ത് ഭക്ഷണം എടുത്തിട്ട് വരുന്നു. എന്നിട്ട് അതുപോലെ തന്നെ എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു പോയപ്പോൾ അവരെ അങ്ങനെ പറയുകയും ചെയ്തു, അതാ ഭഗവാൻ അതാ ഭക്ഷണം കൊണ്ട് തരുന്നതെന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ കരഞ്ഞുകൊണ്ട് എൻ്റെ മോളും ഞാനും കൂടി തിന്നുമ്പോൾ മോള് പറയാമെന്ന്, അമ്മ എന്തിനാ കരയുന്നത്, ഭക്ഷണം കിട്ടിയില്ലേ. അവൾക്കറിയില്ലല്ലോ ഞാൻ എന്തിനാണ് കരഞ്ഞതെന്ന്. അങ്ങനെയൊക്കെയുള്ള അനുഭവമുണ്ട്. ഓക്കെ.